കാഫിർ പോസ്റ്റ് വിവാദത്തിൽ നിയമസഭയിൽ ഭരണപ്രതിപക്ഷ വാക്പോര്. കെ രമയും മാത്യു കുളനാടനുമാണ് ചോദ്യങ്ങൾ ഉന്നയിച്ചത്. വർഗീയ പ്രചാരണങ്ങളിൽ 17 കേസ് എടുത്തിട്ടുണ്ടെന്ന് വിശദീകരിച്ച മന്ത്രി കെ ലതികയ്ക്കെതിരെ കേസെടുക്കാത്തതിനെ ന്യായീകരിച്ചു. കെ ലതികയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് വർഗീയ പ്രചാരണത്തിനെതിരെന്നും ഫേസ്ബുക്കിൽ നിന്ന് മറുപടി ലഭിച്ചാൽ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി വിശദീകരിച്ചു. യൂത്ത് കോൺഗ്രസ് വ്യാജ ID കാർഡ് വിഷയം മന്ത്രി ഉന്നയിച്ചതോടെ യഥാർത്ഥ വിഷയത്തിൽ നിന്ന് വഴിമാറുകയാണെന്ന് ആരോപിച്ച് പ്രതിപക്ഷം നടുത്തളത്തിലിറങ്ങി. ഒരു തെരഞ്ഞെടുപ്പ് ജയിക്കുന്നതിന് വേണ്ടി സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇത്രയേറെ വിഷലിപ്തമായ വർഗീയത പരത്തിയിട്ട് ഞങ്ങളുടെ ചോദ്യം വളരെ ക്ലിയർ ആണ്. അരി എത്രാന്ന് പയറഞ്ഞായി മറുപടി പറഞ്ഞിട്ട് കാര്യമില്ല. എന്റെ ചോദ്യം, ഈ കേസിൽ FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ? അതിന്റെ നമ്പർ ഉണ്ടെങ്കിൽ അതിലെ പ്രതികൾ ആരൊക്കെയാണ്? ഈ പരാതി അന്വേഷണ ഘട്ടത്തിലാണ്. അന്വേഷണം മുന്നോട്ട് പോകണമെങ്കിൽ പ്രൊഫൈൽ വിവരങ്ങൾ ഫേസ്ബുക്കിൽ നിന്ന് ലഭിക്കേണ്ടതുണ്ട്. അതിന് പോലീസ് ആവശ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. അത് ലഭിക്കുന്ന മുറയ്ക്ക് അന്വേഷണത്തിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കും. ഇത്തരം പരാതികളെല്ലാം വളരെ ഗൗരവത്തോടെയാണ് സർക്കാർ പരിഗണിച്ചു വരുന്നത്. വടകര പോലീസ് സ്റ്റേഷൻ ക്രൈം നമ്പർ 410/2024 ഭാസ്കരൻ മാസ്റ്റർ പരാതിയിൽ FIR ഉണ്ട്. വടകര പോലീസ് സ്റ്റേഷൻ ക്രൈം നമ്പർ 411/2024 IUML പരാതിയിൽ FIR എടുത്തിട്ടുണ്ട്. മുൻ MLA കുറ്റ്യാടി MLA കെ ലതിക ഉൾപ്പെടെ ഉള്ളവർക്കെതിരെ ഏത് വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തത്? ആ പോസ്റ്റ് പിൻവലിച്ചു എന്നുള്ളത് അതിനെതിരെ സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? ബഹുമാനപ്പെട്ട കെ ലതിക MLA എന്താണ് ഫേസ്ബുക്കിൽ കുറിച്ചത് എന്ന കാര്യം ഞാൻ ഇവിടെ വായിച്ചതാണ്. അവര് വർഗീയ പ്രചരണത്തിനെതിരായിട്ടാണ് കുറിപ്പിട്ടിട്ടുള്ളത്. അത് പിൻവലിച്ചത് സാധാരണഗതിയിൽ നമ്മുടെ ആരുടെയെങ്കിലും ഒരു പോസ്റ്റിനെ ദുരുപയോഗിച്ച് നാട്ടിൽ പ്രശ്നം സൃഷ്ടിക്കാൻ ശ്രമിച്ചാൽ ഏറ്റവും പക്വമായ വിവേകപൂർണമായ നടപടി അത് പിൻവലിക്കുക എന്നതാണ്. അങ്ങനെ നമ്മൾ പലരും പിൻവലിച്ചിട്ടില്ലേ? അനുചിതമാണ്, തെറ്റാണ് എന്ന് കണ്ടപ്പോ പിൻവലിച്ചിട്ടില്ല. അതൊരു വിവേകപൂർണമായ നടപടിയാണ്. കോട്ടയം കുഞ്ഞച്ചൻ എന്ന വ്യാജ ഫേസ്ബുക്ക് അക്കൗണ്ട് ഉപയോഗിച്ച് സ്ത്രീകൾക്കെതിരെ അശ്ലീല പോസ്റ്റുകൾ പ്രചരിപ്പിച്ച സംഭവം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? എന്ത് നടപടി എടുത്തിട്ടുണ്ട്? അങ്ങ് അവിടെ പോയിരിക്കെ, അവിടെ ഇരിക്കെ, അങ്ങ് അവിടെ വന്നിരിക്കെ, അവിടെ ഇരിക്കെ. ചെയറിലേക്ക് ചെല്ല് പ്ലീസ്. അവിടെ ഇരിക്കെ, ചെയറിലേക്ക് ചെല്ല്. ശ്രീ മാത്യു, ചെയറിലേക്ക് ചെല്ല്. മിനിസ്റ്റർ പ്ലീസ്. ഇത് ചോദ്യോത്തര വേള ദുരുപയോഗപ്പെടുത്തിക്കൊണ്ട് യഥാർത്ഥ ചോദ്യത്തിൽ നിന്ന് അകന്നു പോകാൻ, ഇവിടുന്ന് ഡീവിയേറ്റ് ചെയ്ത് പോകാൻ വേണ്ടി മനഃപൂർവ്വം 3-4 ഭരണകക്ഷി അംഗങ്ങൾ ഇതുമായി, ഈ ചോദ്യവുമായി യാതൊരു ബന്ധമില്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കുക. എന്തുകൊണ്ട് ഭരണകക്ഷിയുടെ മുൻ MLAക്കെതിരായി കേസെടുത്തില്ല? ഇവിടെ പ്രചരിപ്പിച്ചതിന് ധാരാളം പേർക്ക് കേസെടുത്തായിട്ട് പറഞ്ഞു. മുൻ MLAയുടെ ഫേസ്ബുക്ക് പേജിൽ ഇത് ഉണ്ടായിട്ടു. ഉത്തരവാദിത്തപ്പെട്ട CPM നേതാക്കന്മാർ വർഗീയ ധ്രുവീകരണം നടത്താൻ വേണ്ടി ഇത് പ്രചരിപ്പിച്ചിട്ടു. എന്തുകൊണ്ട് അവർക്കെതിരെ കേസെടുത്തില്ല എന്നാണ് അവരുടെ വാചകങ്ങൾ ഞാൻ വായിക്കാം. എന്തൊരു വർഗീയതയാണോ ഇത്? തിരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടും നമ്മുടെ നാട് നിലനിൽക്കണ്ടേ? ഇത്ര കടുത്ത വർഗീയത പ്രചരിപ്പിക്കരുത്. ഇത് വർഗീയത പ്രചരിപ്പിക്കുന്ന പോസ്റ്റാണോ അതോ അതിനെതിരായിട്ടുള്ള പോസ്റ്റാണോ? വിവരങ്ങൾ നൽകാൻ തിരുവനന്തപുരത്ത് നസീഫ് സലാബ്ദീൻ ചേരുന്നുണ്ട്. നസീഫ്, കെ ലതികയ്ക്കെതിരെ എന്ത് നടപടി സ്വീകരിച്ചു? കേസെടുത്തോ? എടുത്തെങ്കിൽ ഏത് വകുപ്പ് ചുമത്തി എന്നുള്ളതായിരുന്നു പ്രതിപക്ഷ നേതാവും ഒപ്പം കെ രമയും ഉന്നയിച്ച ചോദ്യം. അതിനൊരു കൃത്യമായ മറുപടി നൽകാൻ MP രാജേഷിന് കഴിയില്ല. അതിൽ നിന്ന് തെന്നി മാറിക്കൊണ്ടൊരു മറുപടിയാണോ അദ്ദേഹം സഭയിൽ നൽകിയത്? ഒപ്പം ചോദ്യോത്തരവേളയിൽ മറ്റെന്തെല്ലാം ചോദ്യങ്ങൾ ഉയർന്നു? മറുപടികൾ എന്തായിരുന്നു? വടകര തെരഞ്ഞെടുപ്പിനെ പിടിച്ചുലച്ച സംഭവമായിരുന്നു കാഫിർ പോസ്റ്റ് വിവാദം. ആ വിവാദം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ കെട്ടടങ്ങി എന്ന് കരുതിയിരുന്നെങ്കിൽ അങ്ങനെ കെട്ടടങ്ങിയിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് നിയമസഭയിലും പുറത്തുമെല്ലാം കാണാൻ കഴിയുന്ന കാര്യം. പോലീസിന്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. കേസ് ഹൈക്കോടതിയുടെ പരിഗണനയിലേക്ക് വരുന്നുണ്ട്. നിയമസഭയിൽ ആ വിഷയം ഉയർന്നു വരുന്നുണ്ട്. ഇന്ന് പ്രതിപക്ഷത്തിന്റെ രണ്ടാമത്തെ ചോദ്യമായിട്ടാണ് കാഫിർ പോസ്റ്റർ വിവാദവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഉയർന്നു വരുന്നത്. മാത്യു കുളനാടനാണ് ആ വിഷയം ഉന്നയിക്കുന്നത്. കെ ലതികയ്ക്കെതിരെ, കുറ്റ്യാടി മുൻ MLA ആയ കെ ലതികയ്ക്കെതിരെ FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തിയിട്ടുണ്ടോ? അങ്ങനെയെങ്കിൽ അത് എന്തിന്റെ പേരിലാണ് അന്വേഷണം നടത്തുന്നതെന്ന ചോദ്യമാണ് ഉന്നയിച്ചിരുന്നത്. അതുമായി ബന്ധപ്പെട്ട് മന്ത്രി MP രാജേഷ് കൃത്യമായ മറുപടി നൽകിയില്ല എന്ന് മാത്രമല്ല, ആ വിഷയത്തിൽ നിന്ന് തെന്നുമാറിക്കൊണ്ട് മറ്റു ചില വാദങ്ങൾ മുന്നോട്ട് വെക്കുകയാണ് അദ്ദേഹം ചെയ്തത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടന്നു വരികയാണ്. ആ പോസ്റ്റ് പിൻവലിക്കാൻ വേണ്ടി ഫേസ്ബുക്കിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കൂടുതൽ വിശദാംശങ്ങൾ ഫേസ്ബുക്കിനോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഈ പോസ്റ്റ് ആദ്യം വന്നത് എവിടെയാണെന്നടക്കമുള്ള വിവരങ്ങൾ ഫേസ്ബുക്കിൽ നിന്നാണ് ലഭിക്കേണ്ടത്. ആ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല. എങ്കിൽ മാത്രമേ അതിൻ്റെ തുടർ നടപടികളിലേക്ക് കടക്കാൻ കഴിയുകയുള്ളൂ എന്ന്
അദ്ദേഹം വിശദീകരിച്ചു. പിന്നീട് പ്രതിപക്ഷത്തുള്ള വിവിധ അംഗങ്ങളും കെ രമ അടക്കമുള്ളവർ വിഷയം ഉയർത്തുന്നുണ്ടായിരുന്നു. അപ്പോഴെല്ലാം മന്ത്രി പറയുന്ന മറുപടി ഇതേ മറുപടി തന്നെയായിരുന്നു. അതിനൊപ്പം തന്നെ കെ ലതികയെ പൂർണ്ണമായി ന്യായീകരിക്കുന്ന ഒരു വാചകം നമ്മൾ ഇപ്പോൾ അല്പസമയം മുമ്പ് അദ്ദേഹത്തിന്റെ സൗണ്ട് ബൈറ്റായിട്ട് നമ്മൾ കേട്ടതാണ്. അദ്ദേഹം പറയുന്നത് വർഗീയതയെ പ്രോത്സാഹിപ്പിക്കുന്ന പോസ്റ്റല്ല, വർഗീയയെ എതിർക്കുന്ന പോസ്റ്റാണ് കെ ലതിക ഇട്ടത്. അത് വായിച്ചിട്ട് നിങ്ങൾക്ക് അങ്ങനെയല്ലേ മനസ്സിലായത് എന്ന ചോദ്യം പ്രതിപക്ഷത്തോട് തിരിച്ച് മന്ത്രി എം പി രാജേഷ് ചോദിക്കുന്നു. എന്തായാലും കെ ലതികയെ പൂർണ്ണമായി സംരക്ഷിച്ചുകൊണ്ട് അവർക്കെതിരെ എഫ്ഐആർ ഇട്ടിട്ടുണ്ടെന്ന ചോദ്യത്തിൽ നിന്ന് തെന്നിമാറിക്കൊണ്ട് മറ്റ് വിഷയങ്ങൾ, അതായത് ഇതുമായി ബന്ധപ്പെട്ട വിവാദങ്ങളും അതിന്റെ അന്വേഷണ വിവരങ്ങളുമാണ് എം പി രാജേഷ് പങ്കുവച്ചത്. ഇതിനിടയിൽ സഭയിൽ വലിയ ബഹളങ്ങൾ ഉണ്ടാകുന്നുണ്ടായിരുന്നു. ഒരു ഘട്ടത്തിൽ ചോദ്യോത്തരവേളയിലെ ചോദ്യോത്തരം ഭരണപക്ഷത്തിന്റെ ഭാഗത്തേക്ക് വരുമ്പോൾ ജോയിയാണ് അതിനകത്ത് തുടക്കം വരുന്നത്. ആ വിഷയത്തിൽ നിന്ന് തെന്നിമാറിക്കൊണ്ട് മറ്റ് ചില വിഷയങ്ങൾ അദ്ദേഹം ഉന്നയിക്കുന്നുണ്ട്. യൂത്ത് കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വ്യാജ ID കാർഡ് നിർമ്മിച്ച ചോദ്യങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. ഇതോടുകൂടി പ്രതിപക്ഷ ബഹളം ഉണ്ടാകുന്നു. വിഷയത്തിൽ നിന്ന് തെന്നിമാറിക്കൊണ്ടാണ് അദ്ദേഹം ഈ ചോദ്യം ഉന്നയിക്കുന്നത്. ആ ചോദ്യത്തിന് മന്ത്രി എം പി രാജേഷ് മറുപടി നൽകുന്നുണ്ട്. അങ്ങനെ സഭയിൽ പ്രതിപക്ഷ ബഹളം ഉണ്ടാവുകയും ഒരു ഘട്ടത്തിൽ പ്രതിപക്ഷം നടുത്തളത്തിൽ ഇറങ്ങി മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് പ്രതിഷേധം രേഖപ്പെടുത്തുകയും ചെയ്തു. പിന്നീട് സ്പീക്കർ അദ്ദേഹത്തിന്റെ തന്നെ മൈക്ക് ഓഫ് ചെയ്ത് അദ്ദേഹത്തിന്റെ ഡയസിന് മുന്നിൽ നിൽക്കുന്ന പ്രതിപക്ഷ അംഗങ്ങളോട് സംസാരിച്ച് അവരെ അനുനയിപ്പിച്ച് സീറ്റിലേക്ക് വിട്ട ശേഷമാണ് വീണ്ടും ചോദ്യോത്തരവേളയിലേക്ക് കടന്നത്. എന്തായാലും ചോദ്യോത്തരവേള പൂർണ്ണമായും പ്രക്ഷുബ്ധമായിരുന്നു. കാഫിർ പോസ്റ്റർ വിവാദവുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ചോദ്യോത്തരവേള പ്രക്ഷുബ്ധമായത്. അത് വലിയ വിവാദങ്ങൾക്ക് തുടക്കം കുറിച്ച വിഷയം അത് നിയമസഭയിലും കത്തിപ്പടരുന്നതാണ് ഇന്ന് നമുക്ക് കാണാൻ കഴിഞ്ഞത്. രേഷ്മ.